ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും എല്ലാവർക്കും ബ്രെഡ് ഓഫ് ലൈഫിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് യോനയുടെ പുസ്തകം 1 അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. യോനയുടെ പുസ്തകം 1 അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. അമിത്തായുടെ മകനായ യോനയ്ക്ക് യഹോവയുടെ അരുളപ്പാട് ഉണ്ടായതെന്തെന്നാൽ, നീ പുറപ്പെട്ട് മഹാനഗരമായ നിനവിലേക്ക് ചെന്ന് അതിനു വിരോധമായി പ്രസംഗിക്കാം. അവരുടെ ദുഷ്ടത എൻ്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. എന്നാൽ യോന യഹോവയുടെ സന്നിധിയിൽ നിന്ന് തർസീസിലേക്ക് ഓടിപ്പോകേണ്ടതിന് പുറപ്പെട്ട് യാഫോവിലേക്ക് ചെന്നു. തർസീസിലേക്ക് പോകുന്ന ഒരു കപ്പൽ കണ്ട് കൂലി കൊടുത്ത് യഹോവയുടെ സന്നിധിയിൽ നിന്ന് അവരോടുകൂടെ തർസീസിലേക്ക് പോയി കളയുവാൻ അതിൽ കയറി. യോനയുടെ പുസ്തകത്തിൽ യോനയെ ദൈവം ഭരമേൽപ്പിച്ച ഒരു ദൗത്യത്തിൽ നിന്ന് യോന പിന്മാറി പോകുന്നൊരു കാര്യമാണ് ഈ വാക്യത്തിൽ നിന്ന് നമ്മളെ വായിച്ചത്. യോനയുടെ പുസ്തകം ഒരു പ്രവാചക പുസ്തകത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എങ്കിലും യോന ഒരു പ്രവാചകനാണ്. യോനയുടെ അർത്ഥം ഡോവ് എന്നാണ്, പ്രാവ് എന്നർത്ഥമാണ്. യോന ഒരു പ്രവാചകനാണെങ്കിലും ഈ പുസ്തകത്തിൽ ഒരു പ്രവചനത്തിലുള്ള ദൂതൊന്നും ഇതിനകത്ത് നമുക്ക് കാണുവാൻ കഴിയുകയില്ല. ഇതൊരു സുവിശേഷമായിട്ട് നമുക്ക് കാണുവാൻ കഴിയും, പഴയ നിയമത്തിലെ ഒരു സുവിശേഷമായിട്ട്. കാരണം ദൈവത്തിൻ്റെ സ്നേഹമാണ് ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. തന്നിൽ നിന്ന് അകന്നുപോയ മനുഷ്യരെ തിരികെ കൊണ്ടുവരുന്നതിൽ, ദുഷ്ടതയിൽ ജീവിക്കുന്ന മനുഷ്യരെ ദൈവത്തോട് അടുപ്പിക്കുന്നതിലൊക്കെ ദൈവം കാണിക്കുന്ന സ്നേഹത്തെയാണ് ഇതിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. യോനയെ ഒരു സുവിശേഷകനായിട്ട് നമുക്ക് ഈ പുസ്തകത്തിൽ കാണാം. അപ്പോൾ ദൈവത്തിൻ്റെ അതുല്യമായ സ്നേഹത്തെ വരച്ചു കാട്ടിയിരിക്കുന്ന ഒരു പുസ്തകവും ദൈവത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ദൈവത്തിൻ്റെ സോവറിൻ്റെയെ നമുക്ക് കാണാൻ കഴിയുന്നതുമായ ചിത്രമാണ് ഇതിനകത്ത് ഉള്ളത്. അപ്പോൾ ഇതിനകത്ത് ഈ വചനം ഈ ഭാഗം നമ്മൾ നോക്കുമ്പോൾ ഈ കഥ തന്നെ ഒരു മെസ്സേജാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. പലരും ഇതിനെ യോനയുടെ കഥയായിട്ട് പറയും, അല്ലെങ്കിൽ വലിയ മത്സ്യത്തിൻ്റെ ഒരു കഥയായിട്ട് പറയും. എന്നാൽ ഈ ദൈവവചനം നമ്മൾ ആത്മാർത്ഥതയോടെ അത് വായിച്ചു നോക്കുമ്പോൾ ഇതിനകത്തെ പ്രധാനപ്പെട്ട ക്യാരക്ടർ ആരാണെന്ന് ചോദിച്ചാൽ അത് യഹോവയായ ദൈവം തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാവും. ഇതിനകത്ത് യഹോവയായ ദൈവം തന്നെയാണ് പ്രധാനപ്പെട്ട വ്യക്തി. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന യോന അല്ല, അല്ലെങ്കിൽ മത്സ്യമല്ല. നമ്മുടെ യഹോവയായ ദൈവം തന്നെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട വ്യക്തിയെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അപ്പം നമ്മൾ ഒരു പിൻചെല്ലുന്ന, നമ്മൾ ഏതവസ്ഥയിലായാലും ഏതറ്റത്തോളം പോയി നമ്മളെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് അടുപ്പിക്കുന്ന ദൈവസ്നേഹത്തെ പ്രതിപാദിക്കുന്ന ഒരു പുസ്തകമാണ് എന്ന് ഞാൻ പറഞ്ഞുവല്ലോ. ഇതിൻ്റെ അകത്ത് യഹോവയായ ദൈവം യോനയ്ക്ക് അരുളപ്പാട് കൊടുക്കുന്നു. അതായത് നിനവയിലെ ആൾക്കാരുടെ ദുഷ്ടത ദൈവസന്നിധിയിൽ എത്തിയിരിക്കുന്നു, അതുകൊണ്ട് നീ നിനവയിൽ പോയി പ്രസംഗിക്കുക എന്ന് പറഞ്ഞു. നിനവയിലേക്ക് പോകും. അപ്പോൾ യഹോവയുടെ അരുളപ്പാട് യോനയ്ക്ക് ലഭിച്ചു. നിനവയിൽ പോയി പ്രസംഗിക്കാം. അവരുടെ ദുഷ്ടത, അവരെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ദൈവസന്നിധിയിൽ ചെന്നപ്പോൾ ആ ദുഷ്ടത അവർ പിന്മാറി ദൈവത്തെ അറിയുവാൻ തക്കവണ്ണം അവരോട് പ്രസംഗിക്കണമെന്ന് യോനയോട് കൽപ്പിച്ചു. എങ്കിലും യോനയ്ക്കത് ഇഷ്ടമായില്ല. ഇവിടെ എഴുതിയിരിക്കുന്നത് നിനവയിലേക്ക് പോകാതെ യോന തർസീസിലേക്ക് പോയി. നിനവേ എന്ന് പറഞ്ഞ സ്ഥലം ഇസ്രയേലിൽ നിന്ന് ഏതാണ്ട് 800 മൈൽസ് ഈസ്റ്റേൺ സൈഡിലുള്ള അസിറിയ എന്നുള്ള സ്ഥലത്തുള്ള ഒരു പട്ടണമാണ് നിനവേ. എന്നാൽ ഈ നിനവേക്കാർ ഇസ്രയേൽ മക്കളുടെ ശത്രുക്കളായിരുന്നു. അവർ ഇസ്രായേൽ മക്കളെ ഉപദ്രവിച്ചിരുന്നു. ഇസ്രായേൽ ഏതാണ്ട് 200 വർഷക്കാലത്തോളം ഈ അസിറിയയിൽ പ്രവാസികളായി ജീവിച്ചിരുന്നു. അതുകൊണ്ട് ഇസ്രായേൽ മക്കൾക്ക് നിനവേക്കാർ അസിറിയൻസിനെ ഇഷ്ടമല്ലായിരുന്നു. യോന അതുകൊണ്ടാണ് അങ്ങോട്ട് പോകുവാൻ യോന മടിച്ചത്. എന്നാൽ യോന പോയി നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക്, ഇസ്രായേലിൻ്റെ വെസ്റ്റേൺ സൈഡിലേക്ക്, തർസീസിലേക്ക് പോയി. തർസീസ് എന്ന് പറയുമ്പോൾ വെസ്റ്റേൺ സൈഡിൽ ഏതാണ്ട് 2500 മൈൽസ് ദൂരെയുള്ള സ്പെയിനിലുള്ള ഒരു കോസ്റ്റൽ ഏരിയയാണ് തർസീസ്. അപ്പോൾ ദൈവം പറഞ്ഞതിന് വിപരീതമായിട്ട് യോന സഞ്ചരിച്ചു. അങ്ങോട്ട് പോകുവാൻ, ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോകുവാൻ യോന പദ്ധതി തയ്യാറാക്കി അങ്ങനെ കപ്പൽ കയറി.
അപ്പോൾ യോന ദൈവത്തെ അനുസരിച്ചില്ല എന്നല്ല, അല്ലെങ്കിൽ യോന ദൈവത്തിൻ്റെ ദൗത്യം, പ്രവാചകനായ യോന ദൈവത്തിൻ്റെ ദൗത്യം ഏറ്റെടുത്തില്ല എന്നല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്തെന്ന് ചോദിച്ചാൽ, അവൻ തർസീസിലേക്ക് പോയതിനെ പറ്റി, ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കാതെ പോയതിനെ പറ്റി ഇവിടെ പരാമർശിച്ചിരിക്കുന്നത്, ഒരു കപ്പൽ കണ്ട് കൂലി കൊടുത്ത് യഹോവയുടെ സന്നിധിയിൽ നിന്ന് അവരോട് കൂടെ തർസോസിലേക്ക് പോയിക്കളയുവാൻ അവൻ കയറി എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. യഹോവയുടെ സന്നിധിയിൽ നിന്ന് അവൻ പോയി. അവൻ ദൈവത്തിൻ്റെ കൊടുത്ത ദൗത്യത്തെ അവൻ നിരാകരിച്ചപ്പോൾ, അതിനെതിരായി അവൻ സഞ്ചരിച്ചപ്പോൾ, അതനുസരിക്കുവാൻ അവൻ തയ്യാറാകാഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിടെ എഴുതിയിരിക്കുന്നത് അവൻ ദൈവിക സാന്നിധ്യം വിട്ടുപോയി എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മൾ വിട്ടുപോകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് നമുക്ക് പോകാം, ദൈവം അത് അനുവദിക്കും. നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് തിരഞ്ഞെടുക്കാം, ദൈവം അത് അനുവദിക്കും. എന്നാൽ അതിൻ്റെ അവസാനം ശുഭകരമാകുകയില്ല. ദൈവത്തിൻ്റെ സാന്നിധ്യം വിട്ടുപോയി. എന്നാൽ നമുക്ക് പഴയ നിയമത്തിൽ തന്നെ മോശെ അറിയാം. മോശ ഇസ്രായേൽ മക്കളെയും കൂട്ടി കനാൻ ദേശത്തേക്ക് പോകുമ്പോൾ മോശയോടെ പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവേ, യഹോവയായ ദൈവമേ, നിൻ്റെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇല്ല എങ്കിൽ ഞങ്ങളെ അങ്ങോട്ട് അയക്കരുത് എന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ഒരു മോശയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് മാറിപ്പോയ ഈ യോന എന്തു സംഭവിച്ചു? അവൻ കയറിയ കപ്പലിലേക്ക് യഹോവയായ ദൈവം വലിയൊരു കൊടുങ്കാറ്റിനെ അയച്ചതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. 1-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ ഇങ്ങനെയുണ്ട്, യഹോവയെ സമുദ്രത്തിൽ പെരുങ്കാറ്റ് അടുപ്പിച്ചു. യഹോവയായ ദൈവം സമുദ്രത്തിലെ ഒരു പെരുങ്കാറ്റ് അടുപ്പിച്ചു. ഈ കാറ്റടിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ആ കപ്പൽ തകരുവാൻ തക്കവണ്ണം കടൽ ഇളകിമറിഞ്ഞു, തിരമാലകൾ അടിച്ച് കപ്പൽ തകരുവാൻ പോയി. കപ്പലിലുള്ളവരെല്ലാം ഭയപ്പെട്ട് അവർ നിലവിളിച്ച് അവരവരുടെ ദേവന്മാരോട് വിളിച്ചപ്പോൾ ഈ യോന എന്ത് ചെയ്ത്? കപ്പലിൻ്റെ അടിത്തട്ടിൽ സുഖമായി കിടന്നുറങ്ങുകയാണ്. തൻ്റെ ആ അവസ്ഥയിൽ താൻ തൃപ്തനായിരിക്കുകയാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം തന്നോട് കൂടെ ഇല്ല എന്ന് മാത്രമല്ല, ആ അവസ്ഥയിൽ അവൻ തൃപ്തനായി അവിടെ സുഖകരമായി കിടന്നുറങ്ങുന്നതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഉള്ളത്തിൽ ഒരു പ്രയാസമോ വേദനയോ തോന്നുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയം തകരുന്നതായിട്ടൊക്കെ തോന്നുകയാണെങ്കിൽ അതിലൊരു പ്രത്യാശയുണ്ട്. എന്നാൽ ഒന്നും തോന്നാതെ കംഫർട്ടബിളായിട്ട് ഇങ്ങനെ കഴിയുകയാണെങ്കിൽ അതിൽ അപാകതയുണ്ടെന്ന് നാം ഓർത്തുകൊള്ളണം. അപ്പോൾ യോനയോട് അവിടുത്തെ അതിൻ്റെ അകത്തുള്ള ആൾക്കാരെല്ലാം പറയുന്നു, തങ്ങളുടെ ദേവനെ വിളിച്ചപേക്ഷിക്കുക. എന്നാൽ യോന അവിടെ പ്രാർത്ഥിക്കുന്നതായിട്ടോ ഈ പ്രവാചകനായ യോന ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നതായിട്ടോ നമുക്കവിടെ കാണാൻ കഴിയുന്നില്ല. പിന്നെ എന്ത് സംഭവിച്ചു? അവിടെ യോനെ ഈ സംഭവം ഇങ്ങനെ വരുവാൻ കാരണം താൻ തന്നെയാണ്, തൻ്റെ അനുസരണക്കേടാണ് കാരണമെന്ന് അവിടെ യോന അവരോട്, ആ ക്യാപ്റ്റനോടൊക്കെ പറയുമ്പോൾ യോന തന്നെ പറയുന്നു, ഇതടങ്ങുവാൻ, സമുദ്രത്തിൻ്റെ കോപം അടങ്ങുവാൻ നിങ്ങൾ എന്നെ സമുദ്രത്തിലെടുത്ത് ഇടുവാൻ അവിടെ പറയുന്നു. അങ്ങനെ യോന പറഞ്ഞ പ്രകാരം അവർ സമുദ്രത്തിലെടുത്തിട്ടപ്പോൾ എല്ലാം ശാന്തമായി തീർന്നു. അവിടെ ശാന്തമായി തീർന്നു. എങ്കിലും കരുതുന്നവനായ ദൈവം, നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നവനായ ദൈവം, നാം ഏത് വഴിയെ ദൈവസന്നിധിയിൽ നിന്നും മാറിപ്പോയാലും നമ്മളെ കാണുന്നവനായ ദൈവം എന്ത് ചെയ്തു? ആ യോന അവിടെ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചില്ല. എന്നാൽ ദൈവം യോനയെ രക്ഷിക്കുവാൻ തന്നെ അവിടെ വേറൊരു വഴി ഒരുക്കുകയാണ് ചെയ്തത്. ദൈവം കൽപ്പിച്ചാക്കിയിട്ട് നമ്മൾ 1-ാം അധ്യായത്തിൻ്റെ അവിടെ 17-ാം വാക്യത്തിൽ നമുക്കവിടെ കാണാൻ കഴിയും, യോനയെ വിഴുങ്ങേണ്ടതിന് യഹോവയായ ദൈവം ഒരു മഹാമത്സ്യത്തെ കൽപ്പിച്ചാക്കിയിരുന്നു. അങ്ങനെ യോന 3 രാവും 3 പകലും മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്നു. ഈ യോനയെ വിഴുങ്ങുവാൻ ഒരു മത്സ്യത്തെ ദൈവം അവിടെ കൽപ്പിച്ചാക്കി. അവിടെയും ദൈവമാണ്, പെരുങ്കാറ്റിനെ കൊണ്ടുവന്ന ദൈവമായിരുന്നു. ഇത് മത്സ്യത്തെ കൽപ്പിച്ചാക്കിയതും ദൈവമായിരുന്നു. ഈ മത്സ്യം യോനയെ വിഴുങ്ങിയപ്പോൾ ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്നപ്പോൾ, അഗാധത്തിലേക്ക് ചെന്നപ്പോൾ അവൻ ദൈവത്തെ നോക്കി വിളിക്കുവാൻ തുടങ്ങി. അവൻ ദൈവത്തോട് അയ്യം വിളിച്ചു, ദൈവത്തോട് പ്രാർത്ഥിച്ചു. അവൻ അക്സെപ്റ്റ് ചെയ്തു. ഈ 2-ാം അധ്യായത്തിലാണ് പ്രാർത്ഥന. ഈ 2-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ കിടക്കുന്ന, ദൈവമേ, രക്ഷ യഹോവയെങ്കിൽ നിന്ന് വരുന്നുവെന്ന് ഞാൻ അറിയുന്നു.
കർത്താവെ, എനിക്കറിയാം എന്നെ ഇവിടെ രക്ഷിക്കുവാൻ നിനക്ക് മാത്രമേ കഴിയുകയുള്ളൂ. രക്ഷ യഹോവയെങ്കിൽ നിന്ന് വരുന്നുവെന്ന് പറഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്തു. ദൈവത്തിന് സ്തോത്രയാഗവൻ അർപ്പിച്ചു. അവൻ്റെ പ്രാണൻ വേദനപ്പെട്ടപ്പോൾ അവനെ യഹോവയെ ഓർത്തു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അവനെ യഹോവയെ ഓർത്തു. മറ്റ് കംഫർട്ട് സോണായിരുന്നു കപ്പൽ. അന്നേരം അവനെ യഹോവയെ ഓർത്തില്ല. അവൻ സുഖമായി കപ്പലിൻ്റെ അടിത്തട്ടിൽ കിടന്നുറങ്ങി. എന്നാലും മത്സ്യത്തിൻ്റെ വായിൽ കിടന്നവൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അവൻ നല്ലൊരു പ്രാർത്ഥന, പഴയ സങ്കീർത്തന ഭാഗങ്ങളാണ് എല്ലാവരും പറഞ്ഞാണ് അവിടെ പ്രാർത്ഥിക്കുന്നത്. ആ കഷ്ടത വന്നപ്പോൾ ഇനി എങ്ങനെ ഞാൻ വിടുവിക്കപ്പെടും, ഈ മത്സ്യത്തിൻ്റെ വായിൽ നിന്ന് എങ്ങനെ ഞാൻ വിടുവിക്കപ്പെടും, അത് യാതൊരു സാധ്യതയും കാണുന്നില്ല എന്ന് കണ്ടു മനസ്സിലാക്കിയ യോന പറയുന്നു, കർത്താവേ, യഹോവ രക്ഷ യഹോവെങ്കിൽ നിന്ന് വരുന്നുവെന്ന് പറഞ്ഞ് വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ യഹോവ എന്ത് ചെയ്തു? അവിടെ എഴുതി 2-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ അവിടെ എഴുതിയിരിക്കുന്നു, എന്നാൽ യഹോവ മത്സ്യത്തോട് കൽപ്പിച്ചിട്ട് അത് യോനയെ കരയ്ക്ക് ഛർദ്ദിച്ചു കളഞ്ഞുവെന്ന്. അപ്പോൾ ദൈവം അവിടെ ഒരു മത്സ്യത്തെ ഒരുക്കിയും ദൈവം മത്സ്യത്തോട് കൽപ്പിച്ചിട്ട് ആ മത്സ്യം യോനയെ കരയ്ക്ക് ഛർദ്ദിച്ചു എന്ന് പറയുന്നു. പിന്നെയും 2-ാം പ്രാവശ്യം 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ആദ്യം പറഞ്ഞതുപോലെ വീണ്ടും യോനയ്ക്ക് അരുളപ്പാടുണ്ടായി. ഈ സമയം യോന അത് അനുസരിക്കുവാൻ തയ്യാറായി. അതനുസരിച്ചു. യോന അവിടെ പോയി, നിനവയിൽ പോയി ദൈവത്തിൻ്റെ ന്യായവിധിയെക്കുറിച്ച് പ്രസംഗിച്ചു. എന്നിട്ട് ദൈവം പറഞ്ഞിട്ടുണ്ട് എന്താണ് പറയുന്നത്, നിങ്ങളുടെ ദുഷ്ടത യഹോവയുടെ സന്നിധിയിൽ എത്തി. എന്നിട്ട് യോന അവിടെ പ്രസംഗിച്ചു 40 ദിവസത്തിന്. അവിടെ എഴുതിയിരിക്കുന്നത് 40 ദിവസം അതിനോട് പ്രസംഗിച്ചു. എന്താണ് പ്രസംഗിച്ചത്? 3-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും, ഇനി 40 ദിവസം കഴിഞ്ഞാൽ നിനവെ ഉന്മൂലമാകുമെന്ന് ഘോഷിച്ചു പറഞ്ഞു. അവിടെ ന്യായവിധിയെക്കുറിച്ച് പറഞ്ഞു. ഇത് കേട്ട് അവിടെയുള്ള ജനങ്ങളെല്ലാം, രാജാവ് മുതൽ ചെറിയവരും മുതൽ വലിയവർ വരെ, മൃഗങ്ങൾ മുതൽ എല്ലാവരും തന്നെ ഉപവസിച്ച് അവർ രട്ടുകൊടുത്ത് അവർ പ്രാർത്ഥിച്ച് ദൈവത്തിൽ അവർ വിശ്വസിച്ചു. ദൈവത്തോട് അവർ പ്രാർത്ഥിച്ചു, അനുദപിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം കരുണ തോന്നി അവരെ അതിൽ നിന്ന്, ആ ന്യായവിധിയിൽ നിന്ന് ദൈവം അവരെ രക്ഷിച്ചു. ന്യായവിധിയിൽ നിന്ന് ദൈവം അവരെ രക്ഷിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ യോനയ്ക്ക് മനസ്സിലായി, യോനയ്ക്ക് സങ്കടം വന്നു. ന്യായവിധി നിങ്ങൾ 40 ദിവസത്തിനകം നശിച്ചു പോകുമെന്ന് പറഞ്ഞ ജനങ്ങളെ അവർ ദൈവത്തോട് അനുദപിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം നമുക്ക് 3-ാം അധ്യായത്തിൻ്റെ 9-ഉം 10-ഉം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ദൈവം വീണ്ടും അനുദപിച്ച് നാം നശിച്ചു പോകാതെ ഇരിക്കേണ്ടതിന് അവൻ്റെ ഉഗ്രകോപം വിട്ടുമാറുമായിരിക്കും. ആർക്കറിയാം, അവർ ദുർമാർഗം വിട്ടുതിരിഞ്ഞുവെന്ന് ദൈവം അവരുടെ പ്രവൃത്തികളാൽ കണ്ടപ്പോൾ താൻ അവർക്ക് വരുത്തുവെന്ന് അരുളി ചെയ്യുന്ന അനർത്ഥത്തെക്കുറിച്ച് ദൈവം അനുദപിച്ച് അതേ വരുത്തിയതുമില്ല. ദൈവം അനർത്ഥത്തെക്കുറിച്ച് അനുദപിക്കുന്നവനാണ്. ഇവർ നശിച്ചു പോകണമെന്നല്ല ദൈവത്തിൻ്റെ ആഗ്രഹം, ഇവർ വിടുവിക്കപ്പെടണമെന്നാണ്, അവർ ദൈവത്തെ അറിയണമെന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. അതുകൊണ്ടാണ് ദൈവം യോനയെ അയച്ചത്. എന്നാൽ യോന അത് ആഗ്രഹിച്ചില്ല. യോന അപ്പോൾ ദൈവത്തോട് കോപിക്കുന്നു. യോന പറയുന്നു, എനിക്കറിയാമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വരാഞ്ഞത്. നീ കരുണയും കൃപയുള്ള ദൈവമാണെന്ന് എനിക്കറിയാമായിരുന്നു. നമുക്ക് 4-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ അത് കാണുവാൻ കഴിയും. അവിടെ എഴുതിയിരിക്കുന്നത്, ആകയാൽ യഹോവേ എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ഞാൻ ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് നന്നേ എന്ന് പറഞ്ഞു. അവൻ എന്താ അങ്ങനെ പറയാൻ കാരണം? അവൻ പറയുന്നുണ്ട്, അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, നീ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയമുള്ള ദൈവമായി അനർത്ഥത്തെക്കുറിച്ച് അനുദപിക്കുന്നവനെന്ന് ഞാൻ അറിയുന്നു. എനിക്കറിയാമായിരുന്നു നീ ദീർഘക്ഷമയും മഹാദയയും കൃപയും കരുണയും ഉള്ള ദൈവമാണെന്ന് എനിക്കറിയാമായിരുന്നു. നീ അനുദപിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ടായിരുന്നു ഞാൻ ഇങ്ങോട്ട് വരാഞ്ഞത് ദൈവമേ എന്നവൻ പറഞ്ഞ് അവന് കോപമുണ്ടായി. അവർ വിടുവിക്കപ്പെട്ടപ്പോൾ തങ്ങളുടെ ശത്രുക്കൾ അതിൽ നിന്ന് ന്യായവിധിയിൽ നിന്ന് വിടുവിക്കപ്പെട്ടപ്പോൾ യോനയ്ക്ക് കോപമുണ്ടായി. എന്നാൽ ദൈവവചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. യിരെമ്യാ പുസ്തകം അതിൻ്റെ 18-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഞാനൊരു ജാതിയെക്കുറിച്ചോ ഒരു രാജ്യത്തെക്കുറിച്ചോ അതിനെ പറിച്ച് ഇടിച്ച് നശിപ്പിച്ച് കളയും എന്ന് അരുളി ചെയ്തിട്ട്, ഞാൻ അങ്ങനെ അരുളി ചെയ്ത ജാതി തൻ്റെ ദുഷ്ടത വിട്ട് തിരിയുന്നു എങ്കിൽ അതിനോട് ചെയ്യുവാൻ നിരൂപിച്ച ദോഷത്തെക്കുറിച്ച് ഞാൻ അനുദപിക്കും.
ഒരു ജാതിയെക്കുറിച്ചോ ഒരു രാജ്യത്തെക്കുറിച്ചോ ഞാൻ അതിനെ പണിയുകയും നടുകയും ചെയ്യുമെന്ന് അരുളി ചെയ്തിട്ട് അത് എൻ്റെ വാക്ക് കേട്ടനുസരിക്കാതെ എനിക്ക് അനിഷ്ടമായുള്ളത് ചെയ്യുമെങ്കിൽ അവർക്ക് വരുത്തു എന്ന് അരുളി ചെയ്ത നന്മയെക്കുറിച്ച് ഞാൻ അനുതപിക്കും. കർത്താവ് 2 കാര്യങ്ങളാണ് പറയുന്നത്. ഞാനൊരു രാജ്യത്തെയോ ജാതിയോ നശിപ്പിക്കുമെന്ന് പറയുന്നത് കേട്ട് അവർ അനുദപിച്ച് തിരിച്ചു വന്നാൽ ഞാൻ അവരെ ന്യായം വിധിക്കുകയില്ല, ഞാൻ അവരെ ശിക്ഷിക്കുകയില്ല. എന്നാൽ ഒരു ജാതിക്ക് ഞാൻ നന്മ വരുത്തുമെന്ന് പറയുമ്പോൾ അവരെൻ്റെ വാക്ക് കേട്ടാതെ എനിക്ക് അനിഷ്ടമായിട്ടുള്ളത് ചെയ്താൽ ഞാൻ അവർക്ക് വരുത്തുമെന്ന് പറഞ്ഞ നന്മ ഞാൻ അവർക്ക് വരുത്തുകയില്ല എന്ന്. അപ്പോൾ ദൈവത്തിൻ്റെ വചനപ്രകാരം ഈ ജനങ്ങൾ അനുദപിച്ചപ്പോൾ ദൈവത്തിൻ്റെ വചനപ്രകാരം ദൈവം അവർക്ക് വരുത്തുമെന്ന് പറഞ്ഞ ന്യായവിധി അവർക്ക് വരുത്തില്ല. ആ ന്യായവിധിയിൽ നിന്ന് വിടുവിക്കപ്പെട്ടു. അപ്പോഴും യോനയ്ക്ക് കോപമുണ്ടായി. യോന നഗരത്തിൻ്റെ വെളിയിലിരുന്നു താൻ പ്രവചിച്ചതുപോലെ ഈ രാജ്യം നശിക്കുമെന്ന് പറയുന്നത് പോലെ നശിക്കുമെന്ന് അറിയാനായിട്ട് ആ നഗരത്തിന് പുറത്തിരുന്ന് നഗരത്തെ നോക്കിയിരുന്ന് ഒരു കുടിലൊക്കെ ഉണ്ടാക്കി അവിടെ വസിച്ചപ്പോഴും യഹോവയായ ദൈവത്തിന് സങ്കടം തോന്നിച്ചു. 4-ാം അധ്യായത്തിൻ്റെ അവിടെ എഴുതിയിരിക്കുന്ന 4-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. യോനയുടെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: യോനയെ അവൻ്റെ സങ്കടത്തിൽ നിന്ന് വിടുവിപ്പാൻ തക്കവണ്ണം അവൻ്റെ തലയ്ക്കൽ തണലായിരിക്കേണ്ടതിന് യഹോവയായ ദൈവം ഒരാവണക്കിനെ കൽപ്പിച്ചുണ്ടാക്കി. അവിടെ എഴുതിയിരിക്കുകയാണ് യഹോവയായ ദൈവം ഇങ്ങനെ കോപത്തോടെ ഒക്കെയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ യഹോവയായ ദൈവത്തിന് അവനോട് സങ്കടം തോന്നി. കാരണം തൻ്റെ മകനാണ്, തൻ്റെ പ്രവാചകനാണ്. അവനിങ്ങനെ കോപിക്കുന്നത് എന്തിനാണ് എങ്കിലും ആ കോപത്തിൽ അവനെ ശിക്ഷിക്കുകയല്ല ചെയ്യുന്നത്. അവനോട് ദൈവത്തിന് അനുസരണക്കേട് കാണിച്ച് ദൈവസന്നിധിയിൽ നിന്ന് മാറിപ്പോയ യോനയുടെ പുറകെ പോകുന്ന ഒരു ദൈവം അവനോട് സങ്കടം തോന്നിക്കുകയാണ് ചെയ്തത്. അവനോട് സങ്കടം തോന്നിച്ച് അവൻ ഈ വെയിലത്ത് അവന് വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടി ദൈവം അവിടെ ഒരു ആവണക്കണ്ണിന് കൽപ്പിച്ച് അതവിടെ കിളിർത്തു വന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കണം ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം, വീതി, ഉയരം, നീളം എത്രയെന്ന്. യോന പിന്മാറിപ്പോയിട്ടു ദൈവത്തെ അനുസരണക്കേട് അവൻ്റെ പിറകെ ചെല്ലുന്ന സ്നേഹം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ നമ്മൾ അനുഭവിച്ചിട്ടില്ലേ? നാം കർത്താവ് പറഞ്ഞത് എത്ര അനുസരിക്കാത്ത പോയ എത്രയോ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. എന്നാലും നമ്മുടെ പുറകെ വന്ന് നമ്മൾ വേദനിക്കുമ്പോൾ കർത്താവും വേദനിക്കാറുണ്ട്. നമ്മൾ ചോദിക്കും, കർത്താവെ നീ കാണുന്നില്ലേ, നീ അറിയുന്നില്ലേ എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട്. എന്നാൽ വേദനകളുടെയും നിരാശകളുടെയും മധ്യേ നമ്മളെ താങ്ങുന്ന ദൈവത്തിൻ്റെ കരങ്ങളുണ്ട്. അദൃശ്യമായ കരങ്ങൾ, കർത്താവിൻ്റെ കരങ്ങൾ നമ്മളെ താങ്ങുന്നത് കൊണ്ടാണ് ഇതുവരെയും നമ്മൾ നിലനിൽക്കുന്നത്. ഇവിടെ യോന യഹോവയ്ക്ക് വിരോധമായിട്ടാണ് ചിന്തിക്കുന്നതും സംസാരിക്കുന്നതെങ്കിലും, ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് വിരോധമായിട്ടാണ് അവൻ ചിന്തിക്കുന്നതെങ്കിലും, ദൈവത്തിന് വിരോധമായിട്ട് ചിന്തിച്ചത് കാണുവാൻ, അവരുടെ നാശം കാണുവാൻ നോക്കിയിരിക്കുന്ന യോനയെ നോക്കി യോന വെയിൽ കൊള്ളുന്നത് കണ്ടിട്ട് യഹോവയ്ക്ക് സങ്കടം തോന്നിയിട്ട് ഒരാവണക്കിനെ സൃഷ്ടിച്ചു. അപ്പോഴവന് വളരെ സന്തോഷം വന്നു. അപ്പോൾ ദൈവം എന്ത് ചെയ്തു? ഒരു പുഴുവിനെ യഹോവയായ ദൈവം നിയമിച്ചിട്ട്, അങ്ങനെ തന്നെ അവിടെ എഴുതിയിരിക്കുന്നു, ദൈവം ഒരു പുഴുവിനെ കൽപ്പിച്ചാക്കി ആവണക്കിനെ കുത്തിക്കളഞ്ഞു. നേരം വെളുത്തപ്പോൾ സൂര്യൻ ഉദിച്ചപ്പോഴും ദൈവം എന്തോ എടുത്തു? ഒരു വലിയ ഉഷ്ണക്കാറ്റ് അവിടെ വരുത്തി. ആ ഉഷ്ണക്കാറ്റ് വരുത്തിയപ്പോൾ അവന് കോപം വന്നു. ആവണക്ക് പോയതിൽ അവന് കോപം വന്നു. അവൻ ചൂടെടുക്കുവാൻ തുടങ്ങി. അവൻ കോപിച്ചു. അപ്പോൾ യഹോവയായ ദൈവം താൻ ഇതുവരെയും ചെയ്തതിൻ്റെ കാര്യത്തിൻ്റെ പൊരുൾ അവനവിടെ മനസ്സിലാക്കി കൊടുക്കുന്നു. യഹോവയായ ദൈവം അവിടെ പറയുന്നുണ്ട്, ഞാൻ തന്നെ ഒരു ദിവസം കൊണ്ട് മുളപ്പിച്ച് ഒരു ദിവസം കൊണ്ട് തന്നെ ഞാൻ നശിപ്പിച്ച ഈ ആവണക്കിനെക്കുറിച്ച് നീ ഇത്രമാത്രം ദുഃഖിക്കുന്നു എങ്കിലും, അവിടെ നമുക്ക് കാണുവാനും കഴിയുന്നത് 4-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: അതിനെ യഹോവ നീ അധ്വാനിക്കുകയോ വളർത്തുകയോ ചെയ്യാതെ ഒരു രാത്രിയിൽ ഉണ്ടായിരിക്കുകയും ഒരു രാത്രി നശിച്ചുപോവുകയും ചെയ്തിരിക്കുന്ന ആവണക്കിനെക്കുറിച്ച് നിനക്ക് അയ്യോ ഭാവം തോന്നുന്നുവല്ലോ. എന്നാൽ വലങ്കയും ഇടങ്കയും തമ്മിൽ തിരിച്ചറിഞ്ഞുകൂടാത്ത 1,20,000 ചില്ലുവാനും മനുഷ്യരും അനേക മൃഗങ്ങളുമുള്ള മഹാനഗരമായ നിനവയോട് എനിക്ക് അയ്യോ ഭാവം തോന്നരുതോ എന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവോട് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്, ഈ 1,20,000 പകരം അത്രയും ജനങ്ങളുള്ള അതിതക്ക മൃഗങ്ങളും സമ്പത്തുമൊക്കെയുള്ള ഈ ദേശം നശിച്ചു പോകുന്നതിൽ നിനക്കെന്തുകൊണ്ട് ദുഃഖം തോന്നുന്നില്ല എന്ന്. പ്രിയപ്പെട്ടവരെ,
നാം ഈ പിന്മാറിപ്പോയാലും, നാം ദൈവത്തെ അറിയാതെ ജീവിക്കുന്നവരെയും ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവരെ എല്ലാം ഒരുപോലെ സ്നേഹിക്കുന്നവനാണ് നമ്മുടെ ദൈവം. അവരെ ഒരുപോലെ പിന്തുടരുന്നവനാണ് ദൈവം. ആരും തങ്ങളുടെ ദുഷ്ടതയിൽ നശിച്ചു പോകണമെന്നല്ല ദൈവം ആഗ്രഹിക്കുന്നത്. അവർ തിരിഞ്ഞ് ദൈവത്തെ അറിയണമെന്നാണ്. പിന്മാറിപ്പോകുന്നവർ തിരിച്ച് ദൈവ സന്നിധിയിൽ കടന്നു വരണമെന്നാണ് ദൈവം ഇവിടെ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മൾ യോനയെ പറ്റി നോക്കുമ്പോൾ, യോന വലിയൊരു പ്രവാചകനായിരുന്നു. ദൈവത്തിൻ്റെ സ്വഭാവം അവനറിയാമായിരുന്നു. ദൈവം കരുണയും കൃപയും നിറഞ്ഞവനാണ്, അനർത്ഥത്തെക്കുറിച്ച് അനുതപിക്കുന്നവനാണെന്ന് അവൻ അറിയാമായിരുന്നു. ദൈവം ആരെന്ന് അവൻ അറിയാമായിരുന്നു. കപ്പൽക്കാരോട് അവൻ പറയുന്നുണ്ട്, സ്വർഗവും ഭൂമിയും ഉണ്ടാക്കിയ സ്വർഗീയ ദൈവത്തെ ആരാധിക്കുന്നവനാണ് ഞാനെന്ന്. അപ്പോൾ ദൈവം ആരെന്ന് അവൻ അറിയാമായിരുന്നു. താൻ ആരെന്നറിയാൻ ആ ദൈവത്തെ ആരാധിക്കുന്ന ഒരു മകനാണ് ഞാനെന്ന് അവിടെ പറയുന്നു. യോനയ്ക്ക് അറിയാമാൻ രക്ഷ യഹോവയിൽ നിന്നാണ് വരുന്നതെന്ന് യോനയ്ക്ക് അറിയാമായിരുന്നു. അവനങ്ങനെ അല്ലയോ പ്രാർത്ഥിച്ചത്. യോനയ്ക്ക് ദൈവത്തിൽ നിന്ന് 2 പ്രാവശ്യം അരുളപ്പാടുകൾ ലഭിച്ചു. യോനയ്ക്ക് ദൈവത്തിന് അരുളപ്പാട്. അതുപോലെ അവന് പ്രാർത്ഥിക്കുമ്പോൾ 4-ാം അധ്യായത്തിൽ യഹോവയോട് അവൻ സംഭാഷിക്കുന്നുണ്ട്. സംഭാഷണം ഒരു പ്രാർത്ഥനയാണ്. ആ സംഭാഷണത്തിൽ അവൻ്റെ കോപം അവൻ വെളിപ്പെടുത്തുന്നു, അവൻ്റെ പരാതി അവൻ വെളിപ്പെടുത്തുന്നു, അവൻ്റെ സങ്കടം അവൻ വെളിപ്പെടുത്തുന്നു, അവൻ്റെ സന്തോഷം അവൻ വെളിപ്പെടുത്തുന്നു. എല്ലാം അവൻ ദൈവത്തോടവിടെ പറയുന്നുണ്ട്. എല്ലാം ദൈവത്തിന് അത് കാണുവാൻ കഴിയും. അപ്പോൾ എല്ലാം ദൈവത്തിൻ്റെ സന്നിധിയിൽ പകരുന്ന ഒരു വ്യക്തിയായിരുന്നു യോന. ദൈവം ആരും നന്നായിട്ട് അറിഞ്ഞ് തൻ്റെ ഉള്ളത്തിലുണ്ടാകുന്ന എല്ലാ വികാരങ്ങളെയും ദൈവത്തോട് തന്നെ പ്രകടിപ്പിക്കുന്ന മനുഷ്യനായിരുന്നു യോന. അപ്പോഴും ഒരു യഥാർത്ഥമായി എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് അറിയുന്ന ഒരു മനുഷ്യനായിരുന്നു യോന. ദൈവത്തിനോട് ഒരു കൂട്ടുകാരനെ പോലെ സംസാരിക്കുന്നു. അതോടൊപ്പം തന്നെ ദൈവത്തെ വലിയവനായി കണ്ടുകൊണ്ടാണ് യോന ദൈവത്തോട് സംസാരിച്ചത്. അപ്പോഴും ഈ യോന ഇത്രമാത്രം ദൈവത്തെ അറിയാവുന്ന യോന ദൈവം കൊടുത്ത കൽപ്പനയിൽ നിന്ന് മാറിപ്പോയി, ദൈവം കൊടുത്ത ദൗത്യത്തിൽ നിന്ന് മാറിപ്പോയി. എന്നാൽ രണ്ടാമത് ദൈവം അരുളപ്പാട് കൊടുത്തപ്പോൾ അത് അത്ര ഇഷ്ടമല്ല എങ്കിലും യോനെ അതിനെ അനുസരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ യോനയെ ദൈവം തിരികെ കൊണ്ടുവരികയാണ്. 139-ാം സങ്കീർത്തനം 9-ാം അധ്യായത്തിൽ അവിടെ 9-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഞാൻ ഉഷസ്സിൽ ചിറകു ധരിച്ച് സമുദ്രത്തിൻ്റെ അറ്റത്ത് ചെന്ന് പാർത്താലും നിൻ്റെ കണ്ണ് എന്നെ കാണുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ നോക്കുമ്പോൾ അപ്പോൾ യോന അതുമാത്രമല്ല, വളരെ കംഫോർട്ട് സോണിൽ ജീവിക്കാൻ ആഗ്രഹിച്ച മനുഷ്യനായിരുന്നു യോന പ്രവാചകനായിരുന്നെങ്കിലും ആത്മാക്കളെ പറ്റി യാതൊരു ഭാരവുമില്ലാത്തൊരു മനുഷ്യനായിരുന്നു. എന്നാൽ യോനയുടെ പിറകെ നടന്ന് ദൈവം യോനയെ കൊണ്ടുവന്നു. യോനയെ ആ ദൗത്യം ദൈവം ഏൽപ്പിക്കുകയാണ് ചെയ്തത്. ദൈവം ആദ്യമൊക്കെ യോനയോട് ഇടപെടുവാൻ അവന് കൊടുങ്കാറ്റടിപ്പിച്ചു. എന്നിട്ടൊന്നും അവൻ നോക്കിയില്ല. എന്നാൽ അവൻ വന്നില്ല, ദൈവത്തിൻ്റെയിലേക്ക് എൻ്റെ കണ്ണുകളെ ഉയർത്തിയില്ല. അപ്പോൾ ദൈവത്തിനറിയാം ഏത് സ്ഥാനത്ത് എന്നെ കൊണ്ട് എത്തിക്കുമ്പോഴാണ്, ഏതവസ്ഥയിലാണ് ദൈവത്തെ നോക്കി വിളിക്കുന്നതെന്ന് ദൈവത്തിന് നമ്മളെപ്പറ്റി അറിയാം. അവസ്ഥയിലേക്ക് പലപ്പോഴും ദൈവം നമ്മളെ കൊണ്ടുപോകാറുണ്ട്. ഒരാട്ടിടയൻ തൻ്റെ ആടുകൾ വഴിതെറ്റി മാറുമ്പോൾ ചില ശബ്ദങ്ങളൊക്കെ, ആടിന് മനസ്സിലാക്കുന്ന ശബ്ദങ്ങളൊക്കെ കേൾപ്പിക്കും അത് തിരികെ വരാൻ. അല്ലെങ്കിൽ ചെറിയ കല്ലുകളൊക്കെ എടുത്തെറിയും. എന്നിട്ടോ തിരികെ വന്നില്ലെങ്കിൽ എന്തെടുക്കും, തൻ്റെ വടിയുടെ അറ്റത്തുള്ള ആ കൊളുത്ത ഹുക്ക് കൊണ്ട് അതിൻ്റെ കഴുത്തിലോട്ട് പിടിച്ച് അതിനെ അടുക്കിലേക്ക് കൊണ്ടുവരും. അങ്ങനെയാണ് യോനയെ തൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നത്. നമ്മുടെ ജീവിതത്തിലും നാം ദൈവത്തിൽ നിന്നും പിന്മാറി പോകുമ്പോൾ ഇങ്ങനെയുള്ള പല പദ്ധതികൾ ദൈവം ഏർപ്പെടുത്തി ദൈവത്തിലേക്ക് തന്നെ ദൈവം നമ്മളെയും അടുപ്പിക്കാറുണ്ട്. അപ്പോൾ യോന ദൈവത്തെ അനുസരിച്ചപ്പോൾ, ദൈവം കൊടുത്ത അരുളപ്പാട് വിളിച്ചു പറഞ്ഞപ്പോൾ വലിയൊരു ദേശം ന്യായവിധിയിൽ നിന്ന് രക്ഷ പ്രാപിച്ചു. നോഹയുടെ അനുസരണം ആ ദേശം രക്ഷപ്പെടുവാൻ കാരണമായി തീർന്നു. പ്രിയപ്പെട്ടവരെ, നാം കർത്താവിനെ പറ്റി നോക്കുമ്പോൾ ദൈവവചനം പറയുന്ന റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 19-ാം വാക്യത്തിൽ പറയുന്നു, ഏകനിൻ്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഏകൻ്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീർന്നുവെന്ന്. അപ്പോൾ നമ്മുടെ കർത്താവായ ദൈവം, നമ്മുടെ കർത്താവായ യേശു അനുസരണത്താൽ നാം എല്ലാവരും നീതിമാന്മാരായി തീർന്നു. യോന അനുസരിച്ചതുകൊണ്ട് ആ ദേശം മുഴുവനും
ന്യായവിധിയിൽ നിന്ന് രക്ഷ പ്രാപിച്ചു. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളോട് പറയുന്ന കാര്യം നാം വിളിച്ചു പറയും. നാം അനുസരിക്കുമ്പോൾ, ദൈവം നമ്മളെ ഏൽപ്പിക്കുന്ന ദൗത്യം ദൈവത്തിൽ ആശ്രയിച്ച് നാം ചെയ്യുമ്പോൾ അനേകർ അനുഗ്രഹിക്കപ്പെടുകയും അനേകർ വിടുതൽ പ്രാപിക്കുകയും അനേകർ രക്ഷ പ്രാപിക്കുകയും ചെയ്യും. അവിടെ ദൈവത്തിൻ്റെ ഹിതം നാം നിറവേറ്റുകയായിരിക്കും ചെയ്യുന്നത്. ഒരു പക്ഷേ നാം അത് അറിയത്തില്ലായിരിക്കും. എന്നാൽ നാം ദൈവത്തെ അനുസരിക്കുമ്പോൾ, ദൈവം നമ്മളെ ദൈവത്തിൻ്റെ ഹിതം നാം നിറവേറ്റുമ്പോൾ അത് നമ്മളെ അനുഗ്രഹത്തിലേക്കും അത് നയിക്കുകയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഇതിനകത്ത് പ്രിൻസിപ്പൽ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ യഹോവയായ ദൈവം തന്നെയാണ് ഇവിടെ എല്ലാം ചെയ്യുന്നത്. യഹോവയായ ദൈവമാണ് യോനയോട് അരുളപ്പാട് കൊടുത്ത് യോന നിനവേ നഗരത്തിൽ പോകുവാൻ പറയുന്നത്. യഹോവയായ ദൈവമാണ് ദൈവവചനത്തിൽ ആദ്യമായി 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ യഹോവയായ ദൈവമാണ് ആദ്യം സംസാരിക്കുന്നത്. അതുപോലെ ഈ പുസ്തകം അവസാനിക്കുന്ന ഭാഗത്ത് 4-ാം അധ്യായം 11-ലും യഹോവയായ ദൈവമാണ് അവസാനമായിട്ടും സംസാരിക്കുന്നത്. യഹോവയായ ദൈവമാണ് അവിടെ പോയി ന്യായവിധിയുടെ പ്രസംഗിക്കാൻ പറയുകയും ആ രക്ഷയിലേക്ക് അവരെ കൊണ്ടുവരികയും ചെയ്ത ദൈവമാണ് ഒരു കൊടുങ്കാറ്റ് കപ്പലിൽ അടുപ്പിച്ചത്. ദൈവമാണ് ഒരു മത്സ്യത്തെ അവിടെ കൽപ്പിച്ചാക്കി യോനയെ വിഴുങ്ങാൻ പറഞ്ഞത്. യഹോവയായ ദൈവമാണ് മത്സ്യം യോനയെ ഛർദ്ദിക്കുവാൻ പറഞ്ഞത്. രണ്ടാമതും കൽപ്പന കൊടുത്തു. അതും അരുളപ്പാട്, രണ്ടാമത് യോനയ്ക്ക് അരുളപ്പാട് കൊടുത്തു. ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ എല്ലാ കാര്യങ്ങളിലും യോനയെ ദൈവം പ്രവർത്തിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. ദൈവം അനുതപിച്ചു. അവർക്ക് ശിക്ഷാവിധിയിൽ നിന്ന് യഹോവയെ ദൈവം അവരെ വിടുവിച്ചു. യോനയ്ക്ക് കോപം ഉണ്ടായപ്പോൾ ദൈവം എന്തോ ചെയ്തു? അവൻ്റെ കംഫർട്ടിന് വേണ്ടി ഒരു ആവണക്കണ്ണിനെ അവിടെ ഉണ്ടാക്കി കൊടുത്തു. പിന്നെ അതിനെ കൊല്ലുവാനൊരു യഹോവയായ ദൈവം ഒരു പുഴുവിനെ ആക്കി. ഇതെല്ലാം നമ്മൾ നോക്കുമ്പോൾ എല്ലാറ്റിൻ്റെ മേലും പരമാധികാരമുള്ള ഒരു ദൈവത്തെയാണ് നമ്മൾ കാണുന്നത്. ദൈവം എന്തിനെല്ലാം ഉപയോഗിച്ചു? ദൈവം കടലിനെ ഉപയോഗിച്ചു, ദൈവം കപ്പലിനെ ഉപയോഗിച്ചു, ദൈവം മത്സ്യത്തെ ഉപയോഗിച്ചു, ദൈവം പ്ലാന്റ്സിനെ ഉപയോഗിച്ചു. എല്ലാത്തിനെയും ദൈവം തൻ്റെ പർപ്പസ് നിറവേറ്റുവാൻ വേണ്ടി ദൈവം ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഈ പുസ്തകത്തിൽ ദൈവത്തിൻ്റെ സ്നേഹത്തെയും ദൈവത്തിൻ്റെ അധികാരത്തെ പ്രതിപാദിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ആമോസിൻ്റെ പ്രവചനം 3-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, യഹോവയായ ദൈവം തൻ്റെ പ്രവാചകന്മാരായ ദാസന്മാർക്ക് തൻ്റെ രഹസ്യം വെളിപ്പെടുത്താതെ ഒരു കാര്യവും ചെയ്യുകയില്ല എന്ന്. തൻ്റെ പ്രവാചകന്മാരായ ദാസന്മാർക്ക് ഒരു കാര്യം വെളിപ്പെടുത്താതെ ദൈവം ഒന്നും ചെയ്യുകയില്ല. ദൈവം എല്ലാം തൻ്റെ ദാസന്മാർക്ക് ആദ്യം തൻ്റെ അടുത്ത് നിൽക്കുന്നവർക്ക് അബ്രഹാമിനും ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. വെളിപ്പെടുത്തി കൊടുക്കാതെ ദൈവം ഒന്നും ചെയ്യുകയില്ല എന്ന്. എന്നാലേ ഈ യോനയ്ക്ക് അങ്ങോട്ട് പോയി അവരെ ശത്രു എന്ന് കരുതി, അല്ലെങ്കിൽ അവരെ അനുതപിച്ച് ദൈവം അവരോട് കരുണ കാണിച്ച് അവരെ വിടുവിക്കും, അവരെ ശിക്ഷിക്കുകയില്ല എന്ന് മനസ്സിലാക്കിയ യോനയ്ക്ക് അവരോട് അടുത്തോട്ട് പോയി ആ ദൗത്യം നിറവേറ്റുവാൻ പ്രയാസമായി തോന്നി. നമ്മളും പലപ്പോഴും മറ്റുള്ളവരുടെ അനുഗ്രഹത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കാറുണ്ടോ? മറ്റുള്ളവർ നമ്മൾ പ്രവർത്തിക്കാറുണ്ടോ? മറ്റുള്ളവരും വിടുവിക്കപ്പെടണം എന്നുള്ളൊരാഗ്രഹം നമുക്ക് ജീവിതത്തിൽ നമുക്കുണ്ടാകാറുണ്ടോ? നമ്മൾ നോക്കണം. നമ്മൾ എങ്ങനെയാണ് നമ്മളെ ദുഷിക്കുന്നവരെ, അല്ലെങ്കിൽ ദൈവത്തെ അറിയാതെ ജീവിക്കുന്നവരെ, അവരും ദൈവത്തെ അറിയണമെന്നുള്ളൊരു മനോഭാവം നമുക്കുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എങ്ങോട്ടാണ് യാത്ര ചെയ്യുന്നത് നമ്മൾ നോക്കണം. ദൈവത്തെ അറിഞ്ഞവർ എങ്ങോട്ടാണ് യാത്ര ചെയ്യുന്നത്? നിനവയിലേക്കാണോ അതോ തർസീസിലേക്കാണോ? നിനവയിലേക്കാണെങ്കിൽ അത് അനുസരണത്തിൻ്റെ പാതയിലേക്കാണ് പോകുന്നത്. അവിടെ കൂട്ടായ്മയുണ്ട്, ദൈവിക സാന്നിധ്യമുണ്ട്. നിനവെ നമുക്ക് കർത്താവ് ചില നിനവകൾ നമുക്കും തരും. അത് പക്ഷേ ദൂരത്തായിരിക്കും, ചിലപ്പോൾ ചാരത്തായിരിക്കും, ചിലപ്പോൾ അത് പ്രയാസമുള്ളതായിരിക്കും, ചിലപ്പോൾ പ്രയാസമില്ലാത്തതായിരിക്കും. എന്നാൽ ആ ദൗത്യം നാം ഏറ്റെടുത്ത് നാം ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നാം ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലാണ് നാം ആയിരിക്കുന്നത്. ചിലപ്പോൾ അതോ നാം തർസീസിലേക്കുള്ള പാതയിലേക്കാണ്, അനുസരണക്കേടിൻ്റെ പാതയിലേക്കാണ് നമ്മൾ പോകുന്നത്. നാം അനുസരണക്കേടിൻ്റെ പാതയിലേക്കാണ് പോകുന്നതെങ്കിൽ ആദ്യം അത് സന്തോഷവും സമാധാനമൊക്കെ തരുന്നുവെന്ന് നമ്മൾ വിചാരിക്കും. എന്നാൽ അതിൻ്റെ അവസാനം അത് നാശത്തിലേക്കായിരിക്കും പോകുന്നത്. അവിടെയും ദൈവത്തിൻ്റെ
ദൈവത്തിൻ്റെ കരം നമ്മളെ പിടിച്ചെങ്കിൽ മാത്രമേ നമ്മൾ രക്ഷിക്കപ്പെടുകയുള്ളൂ, നമ്മൾ വിടുവിക്കപ്പെടുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, നമ്മൾ നോക്കണം, ദൈവം നമ്മളെ ഏൽപ്പിക്കുന്ന ദൗത്യത്തിൽ നിന്ന് നാം പിന്മാറുമ്പോൾ ദൈവിക സാന്നിധ്യത്തെ വിട്ടു പോവുകയാണെന്നുള്ള ചിന്ത നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പോഴും ഈ ദൈവവചനത്തിൻ്റെ മുമ്പിൽ നമ്മുടെ ജീവിതത്തെ ഒന്ന് സമർപ്പിക്കാം. ദൈവത്തിൻ്റെ സ്നേഹം വളരെയധികം പ്രതിപാദിക്കുന്ന ഈ പുസ്തകം വെറും 4 അധ്യായമേ ഉള്ളൂ, വെറും 48 വാക്യങ്ങളെ ഇതിനകത്തുള്ളൂ. എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹം വളരെയധികം ഇതിനകത്ത് വർണ്ണിച്ചിട്ടുണ്ട്. നശിച്ചു പോകുന്നവരെ പറ്റിയുള്ള കർത്താവിൻ്റെ ഭാരം, ദൈവസന്നിധിയിൽ നിന്ന് മാറിപ്പോകുന്നവരെ പറ്റിയുള്ള ഭാരം, അവരെ എങ്ങനെ കർത്താവ് തിരികെ കൊണ്ടുവരുന്നു, നശിച്ചു പോകുന്നവരെ എങ്ങനെ തിരികെ കൊണ്ടുവരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഏത് കൂട്ടത്തിലാണ്? ദൈവത്തെ അറിയാതെ ജീവിക്കുന്നവരുടെ കൂട്ടത്തിലാണോ, അതോ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് മാറിപ്പോയവരുടെ കൂട്ടത്തിലാണോ? ഏതെങ്കിലും നമ്മുടെ ജീവിതത്തിൽ അനുസരണക്കേട് നമ്മൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ ദൈവസന്നിധിയിലേക്ക് നമ്മൾ തിരിച്ചു വരിക. ദൈവത്തിൻ്റെ സ്നേഹം അത്രമാത്രം നമ്മളെ പിന്തുടരുന്നുണ്ട്, അത് നമ്മൾ കാണാതെ പോകരുത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ നോക്കാം, നമ്മുടെ ജീവിതത്തെ നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനപ്രകാരമാണോ നമ്മൾ ജീവിക്കുന്നത്? നമ്മുടെ ജീവിതത്തെ നോക്കാം. ദൈവം തരുന്ന ദൗത്യം നമ്മൾ ഏറ്റെടുക്കാറുണ്ടോ? ദൈവം തരുന്ന ദൗത്യങ്ങൾ നമ്മൾ ഏറ്റെടുത്താലും ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായി അനേകർക്ക് നമ്മൾ പ്രയോജനമുള്ളവരായി തീരും. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, യോനയുടെ പുസ്തകത്തിൽ ഞങ്ങളെ കേൾപ്പിച്ച കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിനായിട്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയാണ് കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് മാറിപ്പോകുന്ന ഒരു വ്യക്തിയെ കർത്താവ് എങ്ങനെ തിരിച്ചു കൊണ്ടുവരുന്നു, ദൈവത്തെ അറിയാത്ത വ്യക്തികളെ എങ്ങനെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുന്നു എന്നെല്ലാം കർത്താവ് കേൾപ്പിച്ചല്ലോ. കർത്താവ്, നിൻ്റെ സന്നിധിയിൽ നിന്ന് മാറിപ്പോകുന്ന പല അനുഭവങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാലും പുറകെ വരുന്ന കർത്താവിൻ്റെ സ്നേഹം ഞങ്ങളെ മാടി വിളിച്ച് വീണ്ടും നിന്നിലേക്ക് അടുപ്പിക്കുന്നതിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അനേകർ കർത്താവിനെ അറിയാതെ നശിച്ചു പോകുമ്പോൾ, ഹല്ലേലൂയ, അവരെ പറ്റിയുള്ള ഒരു വലിയ ഭാരം ഞങ്ങൾക്ക് തരണമേ. അവരെ ശത്രുക്കളായി കാണാതെ ദൈവം അവരെ സ്നേഹിക്കുന്ന പോലെ ഞങ്ങളും സ്നേഹിക്കുവാൻ അടിയങ്ങളെയും അവിടുന്ന് പഠിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദൈവ സ്നേഹത്തിൻ്റെ വക്താക്കളായി ഞങ്ങൾ ഓരോരുത്തരും തീരുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിനെ ഓർത്ത് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് അനുവദിച്ചാൽ നമുക്ക് വീണ്ടും കാണാം.